ഹലോ ഹായ്. ഇന്ന് നമുക്കൊരു അവിയലുണ്ടാക്കാം. കുറേ ദിവസമായി എൻ്റെ മനസ്സിലൊരാഗ്രഹം ഒരു അവിയൽ കഴിക്കണം എന്ന്. പക്ഷേ വെജിറ്റബിൾസ് ഒന്നും എല്ലാം മേടിച്ചതില്ല. എന്നാലും ഉള്ളത് വെച്ചിട്ട് ഞാനൊരു അവിയലുണ്ടാക്കാമെന്ന് മനഃപൂർവ്വമായിട്ടങ്ങ് വിചാരിച്ചു. എല്ലാ പച്ചക്കറികളും കഴുകിയെടുത്ത് വൃത്തിയാക്കുന്നതിന് മുമ്പ് തൊലി കളഞ്ഞ് വെക്കാൻ പറ്റാവുന്നതെല്ലാം തൊലി കളഞ്ഞ് വെച്ചിട്ട് അങ്ങനെ നുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അവിയലിന് നമ്മൾ നീളത്തിലാണല്ലോ കണ്ടിച്ചെടുക്കണ്ടേ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് അച്ചിങ്ങ പയർ നീളത്തിൽ കണ്ടിച്ചു. കൂട്ടത്തിൽ വെള്ളരിക്ക, കൂടുതൽ ഭാഗം ആണല്ലോ വെള്ളരിക്ക, അതിൻ്റെ കൂടെ നീളത്തിലരിഞ്ഞ പടവലങ്ങ ചേർത്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏത്തക്കായാണ്. ശരിക്കും ഏത്തക്കായ ഇത്രയും വേണ്ടായിരിക്കും, എന്നാലും എനിക്കിഷ്ടമാണ് ഏത്തക്കായ. ക്യാരറ്റ്. സത്യത്തിൽ അവിയലിന് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഗതിയാണല്ലോ മുരിങ്ങക്കായ. പക്ഷേ എൻ്റെ കയ്യിലില്ല. ഞാനൊരല്പം മത്തങ്ങായും കൂടെ ചേർത്തു. ഞാൻ അവിയലിനകത്ത് ഒട്ടുമേ വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾ അങ്ങനെയാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കും. കൂടുതൽ വേവുള്ളതെല്ലാം അടിഭാഗത്തേക്കിടും. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് മൂട്ടി പിടിക്കാതിരിക്കാനാണേ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ എടുക്കാൻ പറ്റാതെ വന്ന ഒരൈറ്റം ഉണ്ട്, പച്ചമുളക് ഇടുന്നത്. ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചില്ലേ, ആ കൂടെ തന്നെ പച്ചമുളകും ചേർത്തിരുന്നു കേട്ടോ. അത് പക്ഷേ സ്കിപ്പായിപ്പോയി. നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഞാൻ അല്പം വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഒന്ന് തിരുമിയാണ് അടുപ്പിലേക്ക് വയ്ക്കുന്നത്. ഫ്ലെയിം ആദ്യം നല്ല ഫ്ലെയിം ആയിരിക്കും. അതിനുശേഷം ഫ്ലെയിം മീഡിയം വെച്ച് ആണ് വേവിക്കുക. ഈ നമ്മളിട്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം, അത് മാത്രമേ ഉള്ളൂ. അതിന് വേണമെങ്കിൽ നമുക്കൊന്ന് ഇളക്കാം. ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആവി വന്നു കഴിയുമ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിക്കോളും. അതിനുശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. ഒരുപാട് തീ വയ്ക്കരുത്. കാരണം ആദ്യം നമ്മുടെ പാത്രം ഒന്ന് ചൂടാകാനായിട്ട് നല്ല തീ വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ആദ്യം ചേനയാണല്ലോ ഇട്ടെ, അതിന് മുമ്പ് നമ്മൾ പച്ചമുളക് ഇടണം. ഞാൻ പച്ചമുളക് ഇടാൻ മറന്നു പോയിട്ട് പിന്നെ ചേനയെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ പച്ചമുളക് ഇട്ടത്. അപ്പം പച്ചമുളക് ആദ്യം ഇടണം. ഞാൻ അവിയലിടുമ്പോൾ പച്ചമുളക് കീറി ഇടാറില്ല, മുഴുവനായും പച്ചമുളക് ഇടും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് ആവി വരണം. ആവി വന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം. ഇടയ്ക്ക് നമ്മൾ നോക്കണം, മൂട്ടി പിടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നല്ല പാത്രമായിരിക്കണം. ഇതൊരു ഉരുളിയാണ്, അതുകൊണ്ട് അതിനങ്ങനെ പെട്ടെന്നൊന്നും അതിനടിയിൽ പിടിക്കില്ല. മൂട്ടിൽ പിടിച്ചു പോയാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവേ. എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പച്ചക്കറികളിലെല്ലാം ധാരാളം വെള്ളമുണ്ട്, അതുകൊണ്ടാണ് ഞാനിതിനകത്ത് വെള്ളം ചേർക്കാത്തത്. അങ്ങനെ തന്നെ അവിയലെ പച്ചക്കറികളിലെ വെള്ളം ഇറങ്ങി തന്നെയാണ് ഈ അവിയൽ വെന്ത് വരുന്നത്. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്നാണ്. ഇതിൽ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി എന്ന് പറഞ്ഞതേ ഉള്ളൂ. കഷ്ണങ്ങൾ നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് മാങ്ങയും ഉപ്പും ചേർത്ത് കൊടുക്കാം. മാങ്ങയും ഉപ്പും ആണ് ഇതിൻ്റെ കോമ്പിനേഷനിൽ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. ഈ മാങ്ങ ഏറ്റവും അടിഭാഗത്ത് കിടന്നിട്ട് നന്നായിട്ടൊരു ആവി വന്നു കഴിയുമ്പോൾ മാങ്ങ പെട്ടെന്ന് വേകും കേട്ടോ. അതിന് ഒത്തിരി സമയമൊന്നും മാങ്ങ വേകാനായിട്ടില്ല. എന്നാലും ഈ പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് തട്ടി അതിൻ്റെ മുകളിലേക്കിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടച്ചു വയ്ക്കുമ്പോൾ അതിന് ഒരുപാട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ അതിൽ തന്നെ ചേർന്ന് വരികയും ചെയ്യും. അവിയൽ സത്യത്തിൽ ഒരു സമ്പൂർണമായ ഒരു ആഹാരമാണ്. എല്ലാ പച്ചക്കറികളും അതിനകത്തുണ്ടല്ലോ. നമ്മളുടെ കേരള സദ്യയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമല്ലേ അവിയൽ. എനിക്കൊരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കല്യാണ സദ്യക്ക് പോകുമ്പോൾ കിട്ടുന്ന അവിയൽ അത് സൂപ്പറല്ലേ. എനിക്കൊരുപാട് ഇഷ്ടമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ അവിയൽ വെക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റിലേക്കൊന്നും എത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഒരാളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അറിവാണിത്.
വെള്ളം ഒഴിക്കാതെ വേവിക്കണം എന്നുള്ളത്. അപ്പോൾ വെള്ളം ഒഴിക്കാതെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് വേവിക്കുമ്പോൾ ശരിക്കും അത് ആ വ്യത്യാസം നമുക്ക് തികച്ചും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എണ്ണ കൂടുതലാണെന്ന് പറഞ്ഞ് ആരും എന്നെ പിണങ്ങല്ലേ പ്ലീസ്. അധികം എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ മതിയാവും കേട്ടോ. ഇനി നമുക്കിതിനുള്ള അരപ്പും കൂടെ ഒന്ന് റെഡിയാക്കാം. അവിയലിന് ഞാൻ ഏറ്റവും കൂടുതൽ കുറച്ച് കൊച്ചുള്ളിയാണ് ഉപയോഗിക്കുന്നത്. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കടുകും ഇത്രയാണ് ഒന്ന് ചതച്ചെടുക്കുന്നത്. അരഞ്ഞു പോകരുതേ. കടുകും ജീരകവും നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക, അതായത് ഒന്ന് ചതയ്ക്കുക, മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേർന്ന് വരും, ഒന്ന് പൊട്ടിയാൽ മതിയല്ലോ. ഈ ഉള്ളി ഇതിനൊരുപാട് ടേസ്റ്റ് നൽകുന്നതാണ് കേട്ടോ. കൊച്ചുള്ളി തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ അവിയലിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ തേങ്ങയുടെ അളവ് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ധാരാളം തേങ്ങ ചേർക്കുന്നത് ഒരുപാട് നല്ലതാണ്. എന്നാലും ഒരുപാട് തേങ്ങയായി പോകണ്ട. ഞാൻ ഇതിലേക്ക് 1 മുറി തേങ്ങയാണ് ഉപയോഗിച്ചത്. അതൊന്ന് ചെറുതായിട്ട്, അവിയലിൻ്റെ പരുവം ഒരുമാതിരി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി. ഇത് നമുക്ക് അവിയലിലേക്ക് തന്നെ ഇതിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ആവി വരാൻ വേണ്ടി വയ്ക്കാം. കൂടെ നമുക്ക് നന്നായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലേക്ക് വരെയും അവിയലിൻ്റെ ടേസ്റ്റ് വളരെയധികം നമുക്ക് എടുത്തറിയാൻ പറ്റും. നന്നായിട്ടൊന്ന് ആവി വന്നാൽ മതി, പിന്നെ തിളയ്ക്കുകയൊന്നും വേണ്ട. നന്നായിട്ട് എല്ലാ ഭാഗത്തും അരപ്പ് എത്തിയെന്ന് നമ്മളൊന്ന് ഉറപ്പാക്കിയാൽ മതി. ഇളക്കി ഉപ്പ് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ മാങ്ങയും ഉപ്പും ചേർത്തതാണ്, ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. എല്ലാം കറക്റ്റ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർക്കുന്നത് നന്നായി ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് രുചിയാണ്. കൂടെ അല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. ആ അടച്ചു വയ്ക്കുന്നത് മറന്നു പോകരുത്. ആ മണമെല്ലാം അവിയലിനകത്ത് എത്താൻ വേണ്ടിയാണ് നമ്മൾ അടച്ചു വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.